മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 20 റക്അത്താണ് തറാവീഹ് നമസ്കരിക്കേണ്ടത് എന്ന് വ്യക്തമായി എഴുതിയിട്ടുള്ള ആളും അത് സമർത്ഥിച്ചിട്ടുള്ള ആളുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആളുകളിൽ നിന്ന് ഇവിടുത്തെ ജമാഅത്തുകാരെയും ഇവിടുത്തെ മുജാഹിദിനെയും ഈ വിഷയത്തിൽ ഒട്ടും പറയാൻ പാടില്ല. അപ്പോൾ വഹാബികൾ നമ്മളെ നാട്ടിൽ വന്ന പേരായതുകൊണ്ട് ഞങ്ങളങ്ങനെ പറയാം ഇവിടുത്തെ വഹാബികൾ. അതുപോലെ തന്നെ ഇബ്നു തീമിയ അവരുടെ പുത്തൻ വാദങ്ങളിലെല്ലാം അവർ ആശയങ്ങൾക്ക് അവലംബമായി സ്വീകരിക്കുന്ന ഇബ്നു തീമിയ, ഈ ഇബ്നു തീമിയയും തറാവീഹ് നമസ്കാരം 20 റക്അത്ത് തന്നെയാണെന്ന് വളരെ പവിത്രമായി വിശദമായി വിവരിച്ചിട്ടുള്ളയാളാണ്, വളരെ സുന്ദരമായി സമർത്ഥിച്ചിട്ടുള്ളയാളാണ്. അവതരണത്തിൻ്റെ രീതികളിലൊക്കെ പലതരം റൂട്ടുകളുണ്ടെങ്കിലും അദ്ദേഹം 20 റക്അത്താണ് തറാവീഹ് എന്ന് പ്രത്യേകമായി സമർത്ഥിച്ചിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇത് പ്രത്യേകമായി സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പിന്തുടർന്ന വഹാബികളല്ല ഈ വിഷയത്തിൽ കേരളത്തിലെ വഹാബികൾ. എങ്കിൽ